നമസ്കാരം. കീ ഓഫ് യൂത്തിൽ പെടുന്ന ഒരു കാര്യം എന്താണെന്നല്ലേ? അത് കൊളാജൻ തന്നെയാണ് കേട്ടോ. ഇതൊരു തരം സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. നമുക്കറിയാം, സ്കിന്നിൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കൊളാജൻ കുറഞ്ഞു വരും. അതുവഴി തന്നെ ചുളിവുകൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്നാൽ ചുളിവ് വരാൻ പാടില്ല എന്നുള്ളതൊന്നുമില്ല. പക്ഷേ എങ്കിലും ചിലർക്കെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവ്, നമുക്ക് പ്രീ മെച്യൂർ ഏജിങ് അല്ലെങ്കിൽ ആ പ്രായം എത്തുന്നതിന് മുൻപ് തന്നെ പല കാരണങ്ങൾ കൊണ്ട് ചുളിവുകൾ വീഴാറില്ലേ, അത് ഈ കൊളാജൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഞാൻ ഡോക്ടർ സജിത തേജിൻ. അപ്പോൾ നമുക്ക് കൊളാജൻ നാച്ചുറലി നമുക്ക് എന്തിൽ നിന്നെല്ലാം കിട്ടും, എങ്ങനെ നമുക്കിതിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ കൊളാജൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ, നമ്മൾ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ കൊളാജൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. കൊളാജൻ ചർമ്മത്തിലെ ഈർപ്പ് നിലനിർത്തുകയും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചുളിവുകളും വരകളും ഒക്കെ തടയാൻ സഹായിക്കുന്നത്. ഇനി കൊളാജൻ കുറയുമ്പോൾ ചർമ്മത്തിൽ ചുളിവുകൾ വീഴാം, അല്ലെങ്കിൽ ഈ ഇലാസ്റ്റിസിറ്റി കുറയാം. ഇതൊക്കെ മൂലം നമുക്ക് പ്രായം തോന്നിക്കാൻ കാരണമാകുന്നുണ്ട്. അതിനാൽ തന്നെ 30 കഴിഞ്ഞാൽ നമ്മൾ കൊളാജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും തന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അസ്ഥികളുടെ രൂപീകരണവും ഉത്തേജിപ്പിക്കാനും അതുപോലെ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഒക്കെ കൊളാജൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് തലമുടിയുടെയും നഖങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കാനും കൊളാജൻ വേണം. കൊളാജന്റെ കുറവ് മൂലം തലമുടി കൊഴിയാനും നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവാനും ഒക്കെ കാരണമാകാറുണ്ട്. അതിനാൽ നമുക്ക് കൊളാജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും കൊളാജൻ സഹായിക്കും. മാംസം, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ മറ്റ് പ്രോട്ടീൻ സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കൊളാജൻ എളുപ്പത്തിൽ ദഹിക്കുന്നുണ്ട്. അതിനാൽ ദഹനം എളുപ്പമാക്കാൻ ഡയറ്റിൽ കൊളാജൻ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്താൻ കൊളാജൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന സന്ധിവേദന ഒക്കെ സ്വാഭാവികമാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ളതുകൊണ്ട് കൊളാജൻ സന്ധിവേദനയ്ക്ക് ഒരു ആശ്വാസം കൂടിയാണ്. പിന്നെ മോണയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. മത്സ്യം, ചിക്കൻ, മുട്ടയുടെ വെള്ള, ഓറഞ്ച്, നെല്ലിക്ക, ഇലക്കറികൾ, ബെറി, പഴങ്ങൾ, തക്കാളി, പേരയ്ക്ക, ബീൻസ്, ക്യാപ്സിക്കം, വണ്ടിപ്പരിപ്പ് തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ തന്നെ കൊളാജൻ അടങ്ങിയിട്ടുള്ളതാണ്. ഹെറിഡിറ്ററി, പൊല്യൂഷൻ, ഹോർമോൺ, സ്ട്രെസ്, ഷുഗറിൻ്റെ ഉപയോഗം, ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കൊളാജൻ കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടൊക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ അതുപോലെ ഡയറ്റിൽ നിങ്ങളൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഞാൻ പറഞ്ഞ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് കൂടെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ ശരീരത്തിന് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളം കുടിക്കുന്നതും, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഉറക്കം തിട്ടപ്പെടുത്തുന്നതും ഇതൊക്കെ തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കോപ്പർ അടങ്ങിയിട്ടുള്ള എള്ള് അല്ലെങ്കിൽ പലവിധം പരിപ്പുകൾ, മീറ്റുകൾ, ഓർഗൻ മീറ്റ്, ഇതൊക്കെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗ്ലൈസിൻ ശരീരത്തിലുള്ളത്, അത് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള എല്ലാ സോഴ്സിൽ നിന്നും നമുക്ക് ഈ ഒരു കണ്ടന്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യ മാംസാദികളൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നത് ഇതിന് ഗുണം ചെയ്യും. മഷ്റൂം, അസ്പരാഗസ്, ക്യാബേജ്, ഡെയറി പ്രോഡക്ട്സ്, അതുപോലെ തന്നെ എഗ് വൈറ്റ്, ഇതിലൊക്കെയാണ് പ്രോലിൻ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ വൈറ്റമിൻ സി സ്ട്രോബെറിയിലും ബാക്കിയുള്ള സിട്രസ് എല്ലാ ഫ്രൂട്ട്സിലും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിൻ്റെ ഉറവിടം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഹാരം എന്ത് കഴിക്കണം എന്നുള്ള ചിന്ത വരുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ള ആഹാരം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൊളാജൻ്റെ പ്രശ്നം നമുക്ക് തോന്നില്ല. കൊളാജൻ കുറഞ്ഞു കഴിയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് സന്ധിവേദന, മുട്ടുവേദന, അല്ലെങ്കിൽ കയ്യിലെ പല സന്ധികളിലും വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രോപ്പറായിട്ടുള്ള ഒരു സർക്കുലേഷൻ നടന്നാലേ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് സ്കിന്നിലെ സെൽസിലൊക്കെ എത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എക്സസൈസ് എല്ലാത്തിലും മസ്റ്റാണ്. അത് ഹെൽത്ത് കെയറും സ്കിൻ കെയറും എന്ത് കെയർ ആയാലും നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു എക്സസൈസ് എന്നുള്ളത്. അത് എപ്പോഴും നമ്മുടെ സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ചില ആയുർവേദ ഹെർബുകൾ നമുക്കിതിന് ഒരുപാടേറെ സഹായിക്കുന്നുണ്ട്. മഞ്ഞൾ, മരമഞ്ഞൾ, തുളസി, ചിറ്റമൃത്, മഞ്ഞൾ, മരമഞ്ഞൾ, നെല്ലിക്ക, കുടങ്ങൽ, ആയുപ്രധാനി, ആമയനാശനാനി, ബല, അഗ്നിവർണ്ണ,
സ്വരവർദ്ധനാനി എന്നുള്ളത് ഈ മണ്ടൂകപർണി അല്ലെങ്കിൽ കുടങ്ങലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, സ്വരമാധുര്യം കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വർണ്ണ്യമായിട്ടുള്ളത് നമ്മുടെ കാന്തി കൂട്ടാൻ വേണ്ടിയിട്ട്, സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാൻ ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ സ്കിന്നിൻ്റെ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അടുത്തൊക്കെ കണ്ടില്ലേ, 2 ദിവസം മുന്നേ ഒക്കെ തന്നെ നമ്മുടെ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പലരും നമ്മുടെ നിറത്തിൻ്റെ പേരിൽ ഈ ഒരുപാടേറെ മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് എപ്പോഴും കുഞ്ഞുങ്ങൾ മുതൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം. എപ്പോഴും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഒരു തെറ്റായ മെസ്സേജ് ഒരാളിൽ പോലും പോവരുത്. കാരണം എപ്പോഴും നമ്മൾ വളർന്നു വരുന്ന തലമുറയെ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതായാലും ഇതുപോലെ ഇപ്പോൾ ഈ കൊളാജൻ്റെ ഡിസ്കഷൻ വന്ന സമയത്ത് പോലും ഈ കൊളാജൻ കൂട്ടുന്നത് കൊണ്ട് നമുക്ക് ഇതുപോലെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പലപ്പോഴും യൂട്യൂബിലൊക്കെ തന്നെ ഒരു അൽഗോരിതം വെച്ച് നോക്കുമ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന പല വീഡിയോസും ഇതുപോലുള്ള ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം ഇത് കൂടുതൽ നമ്മൾ പറയുന്ന വിഷയങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പലരും തമ്മിലിൽ കൂടുതൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വെക്കുന്നത്. ഉള്ളിൽ ഒരുപാടേറെ കഴമ്പുള്ള കാര്യങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി വെക്കുന്നതാണ്. അത് തെറ്റിദ്ധരിക്കപ്പെടുകയല്ല. നമ്മൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര അർത്ഥവത്താണ് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും തന്നെ നമുക്ക് ഈ ഒരു സ്കിൻ കെയർ എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊളാജൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ തന്നെ ഫോളോ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിന് കൂടെ തന്നെ നമുക്ക് ഇതുപോലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ്, പൗഡർ, സ്മൂത്തി പോലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അതൊക്കെ തന്നെ ഈസിലി കൺസപ്ഷന് വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അതിന് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ മുൻപ് ബയോട്ടിൻ പൗഡർ എന്നുള്ള രീതിയിലും ബയോട്ടിൻ സ്മൂത്തി എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാലും മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.